കേരളത്തിൽ ടീം UDF അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ. കേരള രാഷ്ട്രീയത്തിൽ നീലക്കുറിഞ്ഞി പൂക്കാൻ പോവുകയാണെന്നും തങ്ങൾ. പാലക്കാട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ നിയോജക മണ്ഡലം പൊതുയോഗം മേപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു പാണക്കാട് സാദിഖ് അലി തങ്ങൾ. കേരളത്തിൽ അഴിമതിയും കൊലപാതകങ്ങളും മദ്യമയക്കുമരുന്നും അനസ്യൂദ്യം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നും തങ്ങൾ പറഞ്ഞു. ഇതിനെതിരായ വിധിയെഴുത്താകണം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. കലാകാരനായ രമേശ് പിഷാരടിയുടെ കഴിവുകൾ പാലക്കാടിനായി പ്രയോജനപ്പെടുത്താൻ കഴിയണം. കലയെന്നത് മനുഷ്യന്റെ മൂല്യവുമായി ബന്ധപ്പെട്ടതാണ്. പിഷാരടിയുടെ വിജയം ജനാധിപത്യത്തിന്റെ വിജയം കൂടിയാകുമെന്നും തങ്ങൾ പറഞ്ഞു. കാരണം സമൂഹം ഇന്ന് സഞ്ചരിക്കുന്നത് പലപ്പോഴും എല്ലാം നേരിൻ്റെയും വിപരീത ദിശകളിലേക്കാവുമ്പോൾ അവിടെ ഒരു കലാകാരൻ്റെ കർത്തവ്യം എന്നുള്ളത് ആ നേരിനെ പിടിച്ചു നിർത്തുക എന്നുള്ളത് തന്നെയാണ്. വിപരീത ദിശയിലേക്ക് സഞ്ചരിക്കാൻ വിടാതെ നേരായ ദിശയിലേക്ക് സമൂഹത്തെയും മനുഷ്യരെയും ആണിനെയും പെണ്ണിനെയും നേരായ ദിശയിലേക്ക് കൊണ്ടുപോകുവാനുള്ള സൂക്ഷ്മമായ കടമയാണ് കലാകാരന്മാർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പിഷാരടി ആ തരത്തിലുള്ള ഉത്തമ കലാകാരനാണ് എന്ന് പറയുന്നതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കൂടി കടന്നു വന്നിരിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം നേരത്തെ തന്നെ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ സിരകളിലൂടെ ഓടുന്നത് അതാണ്. ശ്രീമതി ഗാന്ധിയുടെ രാഷ്ട്രീയമാണ്, ശ്രീ രാജീവ് ഗാന്ധിയുടെ രാഷ്ട്രീയമാണ്, ശ്രീ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയമാണ്, സർവോപരി മഹാത്മജിയുടെ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അവരെല്ലാം കാഴ്ചവെച്ച രാഷ്ട്രീയമാണ് പുതിയ തലമുറയിലെ പിഷാരടിയുടെയും സിരകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈബി ഈഡൻ MP, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം, C ചന്ദ്രൻ, PV രാജേഷ്, മുജീബ് റഹ്മാൻ, സൈദലവി പൂളക്കാട് തുടങ്ങിയവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.